ലോർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-3 പിന്നെ അവൻ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു കർത്താവിന് ആതിഥേയത്വം നൽകി സ്വീകരിച്ചവളാണ് മാർത്ത. അവനെ വീട്ടിൽ കൈക്കൊണ്ട് ശുശ്രൂഷിക്കുവാൻ അവൾക്ക് മനസ്സായിരുന്നു. ആ മനസ്സിനെ കർത്താവ് ആദരിക്കുകയും ചെയ്തു. യേശുവിനെ ശുശ്രൂഷിക്കുന്നതിനുള്ള ദൗത്യം മാർത്തയ്ക്കായിരുന്നു. എന്നാൽ ഒരു നിമിഷം മാർത്തയുടെ ദർശനം തെറ്റിയതിനാൽ അവൾ പിറുപിറുക്കുവാനും പരാതി പറയുവാനും ഇടയായിത്തീർന്നു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് തിരുവചനം പറയുന്നു. കർത്താവ് പറയുമ്പോൾ സ്വാഭാവികമായും അത് മാർത്തയിൽ വേദന ഉളവാക്കിയിരിക്കും. മാർത്തയുടെ തിരഞ്ഞെടുപ്പും നല്ലതായിരുന്നു. എന്നാൽ അവളിൽ സഹോദരിയോടുള്ള അസൂയ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല അംശം വേണ്ടത്ര ഫലം ചെയ്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാർത്ത തൻ്റെ കർത്തവ്യം മനസ്സിലാക്കി പരാതി കൂടാതെ ശുശ്രൂഷ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവൾക്കും മറിയയ്ക്ക് സമാനമായ സാക്ഷ്യം ലഭിക്കുമായിരുന്നു. അല്പമേ ഉള്ളുവെങ്കിലും അത് നല്ല മനസ്സോടെ ചെയ്താൽ അനുഗ്രഹം സുനിശ്ചിതമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനെ വീട്ടിൽ സ്വീകരിച്ചു ശുശ്രൂഷിക്കുവാൻ മനസ്സുവെച്ച മാർത്ത നമുക്കൊരു മാതൃകയാക്കുവാൻ ഉത്തമയായൊരു സ്ത്രീക്ക് ഉടമയായി നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ അവളുടെ മനോഭാവത്തിലുണ്ടായ വ്യതിയാനം നമുക്കൊരു മുന്നറിയിപ്പുമായിരിക്കണം. കർത്താവ് മാർത്തയോട് പറയുന്നു, മാർത്തേ മാർത്തേ, നീ എന്തിന് മറിയെക്കുറിച്ച് വിചാരപ്പെടുന്നു? എന്നെ ശുശ്രൂഷിക്കുവാൻ നിനക്ക് മനസ്സുണ്ട്, നീ അത് ചെയ്യുക. പലരെ ചൊല്ലിയും വിചാരപ്പെടരുത്. അല്പം മതി, എനിക്ക് അത് പൂർണ്ണ മനസ്സോടെ തന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ് കർത്താവിൻ്റെ വാക്കുകൾ. മറിയെ നോക്കുക, അവൾ എത്ര ശ്രദ്ധയോടെയാണ് എന്നെ കേൾക്കുന്നത്. അടുക്കളയിലുള്ള ഭാരം അവളിലില്ല. നിൻ്റെ ശുശ്രൂഷ നീ ഏകാഗ്രതയോടെ ചെയ്യുക, അതാണ് നല്ലത്. എനിക്കതാണ് പ്രസാദമെന്ന് നമ്മുടെ കർത്താവ് പറയുവാനിടയായിത്തീർന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടെ ഒരു പിറുപിറുപ്പും പലരെ ചൊല്ലിയും അവരത് ചെയ്തു, അവരിങ്ങനെ ചെയ്തു എന്ന് പിറുപിറുപ്പ് പറയാതെ കർത്താവിൽ ആശ്രയിച്ച് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് ഈ പ്രഭാതത്തിലും നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. കർത്താവിൽ ആശ്രയിച്ച് വിജയകരമായി കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.